അപ്പോൾ 10-13 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് യുദ്ധം തുടങ്ങും കേട്ടോ. അതായത് രാവിലത്തെ ആ യുദ്ധം. സ്കൂളൊക്കെ തുറന്നല്ലോ, ഇനിയിപ്പോൾ തലേന്ന് വരെ കിടന്നുറങ്ങിയാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെയുള്ള യുദ്ധമില്ല. കാരണം ഐഷു മാത്രമേ സ്കൂളിൽ പോകണുള്ളൂ. മമ്മൂന് ചെറിയ വയറുവേദനയുണ്ട്, അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതുകൊണ്ട് അവൻ സ്കൂളിൽ പോകണില്ല. പിന്നെ ഐറൂന് അംഗൻവാടിയിലും പോകണം. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോൾ ഉമ്മ കടലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചായം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി വാട്ടാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ പുട്ടുണ്ടാക്കണത്. എന്താ അല്ലാണ്ട് നനച്ചുണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ പൊടി വാട്ടി പുട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി പുട്ടുണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ഈ പുട്ടുപൊടി പാക്കറ്റ് വാങ്ങിച്ച് ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാനിവിടെ വന്ന നാളോടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കണ്ടതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം. ആദ്യം അത് ഉണ്ടാക്കുമ്പോൾ കുളമായിരുന്നു. പുട്ടുണ്ടാക്കാൻ നോക്കിയിട്ട് പലതവണ അത് പത്തിരിക്കായിട്ട് മാറ്റേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം എന്ന് വെച്ചാൽ കുറേ ആയിട്ട് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ വാട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്കല്ല ഐശുവിന് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ചോറ് തിളപ്പിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കൈ തൊടാൻ പറ്റണില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു വെള്ളത്തിനൊക്കെ. അപ്പോൾ കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചിട്ട് തണുപ്പ് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടലക്കറിയിലേക്ക് വേണ്ടിയിട്ട് സവാള എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കാമെന്നാണ് രാത്രി വിചാരിച്ചത്. പക്ഷേ ഉമ്മ കടല വേവിച്ച് വെച്ചായിരുന്നല്ലോ. അപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ കടലയുടെ കൂട്ടത്തിൽ സവാളയും പൊടികളൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കടല ഒഴിച്ച് തേങ്ങ അരച്ച് ഊറ്റി സിമ്പിളായിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കാറ്. അപ്പോൾ ഉമ്മ വെറുതെ കടല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കാൻ പറ്റില്ല, എന്നാൽ തേങ്ങ അരയ്ക്കാതെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സവാള അരിഞ്ഞെടുത്തു. പിന്നെ ചോറിന് കൊടുത്തിടാൻ വേണ്ടിയിട്ട് തലേന്ന് ഒലത്തിയ ബീൻസിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒലത്താമെന്ന് വിചാരിച്ചു. ബീൻസിനോടൊന്നും വലിയ താല്പര്യമില്ല. ബീട്രൂട്ടൊക്കെ ആണെങ്കിലാണ് അവൾക്ക് നല്ല ഇഷ്ടമുള്ളൂ. പിന്നെ ബീൻസ് ഇരിക്കണത് പിന്നെ അവിടെ ഇരുന്നാലും കുറേ ദിവസം ഇരുന്നാൽ കൊള്ളില്ലല്ലോ. അപ്പോൾ പിന്നെ അതങ്ങ് ഒലത്തി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. കഴിച്ചോളും, കഴിക്കില്ലായിരിക്കുമൊന്നുമില്ല, വിശക്കുമ്പോൾ വേണമെങ്കിൽ കഴിച്ചോളും, അത്രേ ഉള്ളൂ. പിന്നെ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേന്ന് രാവിലെ ആ സമയമാകുമ്പോൾ അരിഞ്ഞാൽ മതി. അതായത് ചോപ്പറുള്ളതുകൊണ്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബീൻസൊന്നും അങ്ങനെ ചോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ തലേന്ന് അരിഞ്ഞ് വയ്ക്കും. പിന്നെ ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നല്ല സുഖമായിട്ട്. പിന്നെ ഞാൻ വയ്ക്കാൻ പോകുന്ന കടലക്കറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ തേങ്ങ അരയ്ക്കാതെ കടലക്കറി വയ്ക്കലില്ലായിരുന്നു. കാരണം എനിക്ക് അറിയില്ലായിരുന്നു, സത്യം അറിയാലോ. അപ്പോൾ തേങ്ങ സവാളയൊക്കെ വലിയ കാര്യമായിട്ട് വറുത്തരച്ച് അങ്ങനെ ഭയങ്കര ആഡംബരമായിട്ടാണ് ഞാൻ കറി കുറച്ച് നാൾ മുമ്പ് വരെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ കിട്ടി, അത് ട്രൈ ചെയ്തപ്പോൾ പിന്നെ അത് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അത്രയും നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ഭയങ്കര ആഡംബരമായിട്ടൊക്കെ വയ്ക്കണ കറീനേക്കാൾ എന്തുകൊണ്ട് ടേസ്റ്റാണ് നമ്മൾ ഈ സിമ്പിളായിട്ട് വയ്ക്കണ കറികൾ. അതിപ്പോൾ തേങ്ങ അരച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ വയ്ക്കുമ്പോൾ നമുക്ക് കറിക്ക് കൊഴുപ്പ് കിട്ടില്ല, വെറുതെ വെള്ളം പോലെ ഇരിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നല്ലോ എന്നെപ്പോലെ തന്നെ മിക്കവരുടെയും പ്രശ്നം അത് തന്നെയായിരിക്കും. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നു. കാരണം തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കൊഴുപ്പിന് അടിപൊളിയായിട്ട് കടലക്കറി ഉണ്ടാക്കാനുള്ള റെസിപ്പി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ മാത്രമായിട്ട് ചെയ്യാറുള്ളൂ. നിങ്ങളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയേ ചെയ്യൂ.